ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 2 ഫ്രാക്ഷൻസ് പേജ് നമ്പർ 38ലെ പ്രോബ്ലംസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 9. ഇതിൽ 4th പ്രോബ്ലം, റോണി ഹാസ് 36 stamps with her. Sahira says she has 2.5 times this. How many stamps does Sahira have? റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പുകളുണ്ട്. തനിക്ക് ഇതിൻ്റെ 2.5 മടങ്ങ് ഉണ്ടെന്ന് സാഹിറ പറയുന്നു. സാഹിറയുടെ കയ്യിൽ എത്ര സ്റ്റാമ്പുകൾ ഉണ്ട്? അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റോണി ഹാസ് 36 സ്റ്റാമ്പ്സ് വിത്ത് ഹെർ എന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് വിത്ത് റോണി ഈക്വൽ 36. അടുത്തത് സാഹിറ എന്താ പറയുന്നത്? സാഹിറ സേസ് ഷീ ഹാസ് 2.5 times ദിസ്. അപ്പോൾ എങ്ങനെ എഴുതാം സ്റ്റെപ്പ്? Number of stamps with Sahira equal 36 into 2.5 equal 36 into 2.5 എങ്ങനെ എഴുതാം? ബ്രാക്കറ്റിനുള്ളിൽ 2 + ½ എന്ന് എഴുതാം. ഇനി പുറത്തുള്ള 36 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള 2വിനെയും ഹാഫിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം 36 into 2 അതൊരു ബ്രാക്കറ്റിൽ എഴുതുക, പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ പ്ലസ് അല്ലേ കിടക്കുന്നത്, അപ്പോൾ പ്ലസ് ഇടണം. എന്നിട്ട് അടുത്ത ബ്രാക്കറ്റിൽ 36 into ½ 36 into 2 എത്ര കിട്ടും? 72 പ്ലസ് 36 into 1 36 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ 72 പ്ലസ് 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. അപ്പോൾ 72 പ്ലസ് 18 ഈക്വൽ 90. ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. 36 into 2.5 ഈക്വൽ 36 into 2.5 എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 2 into 2 4 + 1 5. ഇപ്പോൾ 2 2s are 4 + 1 5/2. ഇതിൽ 36 into 5 180 ഡിവൈഡഡ് ബൈ താഴെ എത്രയുണ്ട്? 2. 180യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആ രീതിയിൽ ചെയ്യുക. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനും ഇങ്ങനെ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈസി ഏതാണോ അതുപോലെ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോജി വർക്ക്സ് 4.5 hours ഈച്ച് ഡേ. ഹൗ മെനി അവേഴ്സ് ഡസ് ഹി വർക്ക് ഇൻ 6 days? ജോജി എല്ലാ ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യുന്നു. 6 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു? അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം സ്റ്റെപ്പ്? നമ്പർ ഓഫ് അവേഴ്സ് ജോജി വർക്ക്സ് ഈച്ച് ഡേ. ഒരു ദിവസം എത്ര അവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്? ഈക്വൽ 4.5 hours. നമ്പർ ഓഫ് അവേഴ്സ് ജോജി വർക്ക്സ് ഇൻ 6 days. 6 ദിവസം അയാൾ എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഈക്വൽ 6 into 4.5. നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെയാണ്. ഇനി 6 into 4 + ½. ഇനി 6 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള 4നെയും ഹാഫിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 into 4 ബ്രാക്കറ്റിലിട്ടതിന് ശേഷം ഒരു പ്ലസ് ഇടുക. പിന്നെ 6 into ½. 6 4s are 24. 6 into ½ എത്രയാണ്? മുകളിലുള്ള 1ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 2. ഇനി ഈക്വൽസ് 24 പ്ലസ് 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലേ? അപ്പോൾ 24 + 3 എത്രയാണ്? 27 hours. അത് വേറൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം? ഈക്വൽ 6 into 4.5 ഈക്വൽ ഇട്ടിട്ട് 6 into 4 2s are 8 + 1 9. അപ്പോൾ 9/2. ഇനി 6ഉം 9ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 6 9s are 54/2. 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 27 hours. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ചുവടെയുള്ളവ കണക്കാക്കുക. 5 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, 4 times 5 1/3. എങ്ങനെ എഴുതാം? 4 into 5 1/3 ഈക്വൽ 4 into 5 + 1/3. ഇനി 4 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള 5നെയും 1/3യും മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 5 പ്ലസ് 4 into 1/3. 4 into 5 എത്രയാണ്? 20 പ്ലസ് 4 into 1/3 എത്രയാണ്? 4/3. ഇനി 20 പ്ലസ് 4/3 നമുക്ക് ഇംപ്രോപ്പർ
അല്ല മിക്സഡ് ഫ്രാക്ഷനിലാക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? 1/3. ഇതിൽ 20യും 1ഉം ഹോൾ നമ്പേഴ്സാണ്. അപ്പോൾ അത് ആഡ് ചെയ്യാം. 21 1/3. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 4 1/3 ടൈംസ് 5 ഈക്വൽ 4 1/3 ഇൻറ്റു 5. 4 പ്ലസ് 1/3 ഇൻറ്റു 5. 4ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 5 അല്ലെങ്കിൽ 5 ഇൻറ്റു 4 എങ്ങനെ വേണം എഴുതാം. ബ്രാക്കറ്റിലിടുക, പ്ലസ് ഇട്ടിട്ട് 5 ഇൻറ്റു 1/3. 5 ഇൻറ്റു 4 എത്രയാണ്? 20 പ്ലസ് 5 ഇൻറ്റു 1/3 എത്രയാണ്? 5/3 ഈക്വൽ 20 പ്ലസ് 5/3യെ നമുക്ക് 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മിക്സഡ് ഫ്രാക്ഷൻ കിട്ടും. അതാണ് 1 2/3. അതിൽ 20യും 1ഉം ഹോൾ നമ്പേഴ്സാണ്. അപ്പോൾ അത് ആഡ് ചെയ്യാം. 20 + 1 21, പിന്നെ 2/3. ആ നടുക്കുള്ള പ്ലസ് മാറ്റി എഴുതുക. അപ്പോൾ 22/3 ആണ് ആൻസർ. തേർഡ് സബ് ക്വസ്റ്റ്യൻ 1/2 ടൈംസ് 2/3 ഈക്വൽ 1/2 ഇൻറ്റു 2/3. 1/2നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതാം. അതെങ്ങനെയാണ്? 1 ഇൻറ്റു 2, 1 2 is 2, 2 + 1 3, 3/2 ഇൻറ്റു 2/3. ഇതിവിടെ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ വെട്ടിപ്പോകാം. ഈ സ്റ്റെപ്പിൽ വെച്ച് 3യും മുകളിലുള്ള 3യും താഴെയുള്ള 3യും വെട്ടിപ്പോകും. പിന്നെ മുകളിലുള്ള 2വും താഴെയുള്ള 2വും വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് 1 എന്നാണ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ ചെയ്യാം. മുകളിലുള്ള 3യും 2വും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 2s are 6 ഡിവൈഡഡ് ബൈ താഴെയുള്ള 2വും 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. അപ്പോൾ 6/6. അപ്പോൾ 6ൻ്റെ ടേബിൾ രണ്ടും വെട്ടിപ്പോകും അല്ലേ? അപ്പോൾ ആൻസർ എത്രയാണ്? 1. നെക്സ്റ്റ് പ്രോബ്ലം 2/5 ടൈംസ് 2 1/2 ഈക്വൽ 2/5 ഇൻറ്റു 2 1/2. 2/5 ഇൻറ്റു ഈ 2 1/2 മിക്സഡ് ഫ്രാക്ഷനാണ്. അത് എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി എഴുതാം? 2 2s are 4 + 1 5, 5/2. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പിൽ തന്നെ വെട്ടിപ്പോകാം. മുകളിലുള്ള 5ഉം താഴെയുള്ളതും വെട്ടിയും, പിന്നെ മുകളിലുള്ള 2വും താഴെയുള്ള 2വും വെട്ടിപ്പോകും. അപ്പോൾ 1 ആണ് ആൻസർ. അല്ലെങ്കിൽ ഇതിൽ ചെയ്തതുപോലെ ചെയ്യാം. 2 5s are മുകളിലുള്ള 2 5s are 10 ഡിവൈഡഡ് ബൈ താഴെയുള്ള 5 ഇൻറ്റു 2 10. അപ്പോൾ 10/10. ഇത് രണ്ടും 10ൻ്റെ ടേബിളിൽ പോകും അല്ലേ? അപ്പോൾ വെട്ടിപ്പോകും. ആൻസർ 1. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 1/2 ടൈംസ് 5 1/2 ഈക്വൽ 2 1/2 ഇൻറ്റു 5 1/2. ഇതെങ്ങനെ മാറ്റി എഴുതാം? ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി 2 2s are 4 + 1 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അടുത്തതോ 5 2s are 10 + 1 11, 11/2. മുകളിലുള്ള 5ഉം 11ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 55, 5 ഇൻറ്റു 11 55 ഡിവൈഡഡ് ബൈ താഴെ 2 2s are 4. 55നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13 3/4. ഇതോടുകൂടി ഈ പേജിലുള്ള എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.